ഈ ഇടക്കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു ചേഞ്ച് വന്നിരുന്ന കുറച്ച് സിനിമകളായിരുന്നു 369 ചാർമിനാർ. എനിക്ക് തോന്നുന്നു അതൊരു രണ്ടിലും ഭയങ്കര സീരിയസ് റോൾസ്. 369 ഒക്കെ കുറച്ചൊരു നെഗറ്റീവ് ടച്ചോ ആ ഒരു സമയത്ത് അങ്ങനത്തെ കുറച്ച് റോൾസുകൾ വന്നിരുന്നു. അത് വെയിറ്റ് ചെയ്ത് കിട്ടിയതാണോ അതോ അത് തേടി പോയതാണോ? ഞാൻ ചോദിച്ച ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അത് തേടി പോയതാണോ? ഞാനത് ഇപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നുള്ളൂ. പണ്ട് അങ്ങനെ തേടി പോകാൻ തുടങ്ങി. ഞാൻ തന്നെ സിനിമ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അന്ന് ആ റോള് ഹേമന്തിനെ ആരും ചിന്തിക്കില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ആ ഫിലിം മേക്കർ ചിന്തിച്ചിട്ട് ഹേമന്തിലേക്ക് വന്നതാണോ അതോ ഹേമന്ത് തേടി പോയതാണോ? വന്നതാണ്. അത് അവർക്ക് ആക്ച്വലി ആ ഒരു ക്യാരക്ടറിന് പറഞ്ഞ പോലെ ആദ്യം ഒരു തോന്നാൻ പാടില്ല ഇയാളാണത് ചെയ്യാൻ പോകുന്നില്ല. വളരെ ഒരു സൈലന്റായി പോകുന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കരമായിട്ടൊരു ഒബ്വിയസ് ആയി തോന്നിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ നിൽക്കില്ല. അപ്പൊ അങ്ങനെ എന്നിലേക്ക് വന്നതാണ്. പക്ഷെ അത് ഭയങ്കര നല്ല ക്യാരക്ടർ. എനിക്ക് ഭയങ്കര അതും ഒരു ചാലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. എനിക്ക് അതിനേക്കാളും ചാലഞ്ചിങ് ആണ് എറിക്കിലെ ക്യാരക്ടർ ആക്ച്വലി. അതിപ്പോൾ ശങ്കർ സാർ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാറെ സെലക്ട് ചെയ്ത് ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ കുറെയൊക്കെ ഭാഗ്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തേടി പോകുന്ന കുറച്ച് കുറവാണ്. ഇൻഫാക്ട് എനിക്ക് അങ്ങനെ ഒരാളെ കംഫർട്ട് സോണിൽ പോയിട്ടെങ്കിൽ ചോദിക്കാൻ കുറച്ച്. പക്ഷേ ഇന്ന് അങ്ങനെ ഇന്ന് കുറച്ചും കൂടി എന്ന് പറയണമെങ്കിൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ പണ്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ഹേമന്ത് വന്നൊരു സമയത്താണെങ്കിൽ പോലും അന്ന് അധികം പേര് വരുന്നില്ല. വരുന്നവർ കുറച്ച് പേര് നിലനിൽക്കുന്നു. ഇന്ന് ഓരോ വെള്ളിയാഴ്ച പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും താരങ്ങളാണ്. അതിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും താരങ്ങളാണ്. അപ്പൊ ഇന്ന് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പൊ ഇന്ന് ഏത് രീതിയിലാണ് ഇന്നത്തെ ഒരു പ്ലാനിങ് എങ്ങനെയാണ്? ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ബേസിക്കലി നമ്മൾ നല്ല സിനിമകൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ബന്ധങ്ങൾക്കായ ഭാഗമായിട്ട് തന്നെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ അല്ല നടക്കില്ല. ഇപ്പോൾ നമ്മളായിട്ട് നല്ല സിനിമകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല കഥകൾ വെക്കുമ്പോൾ അതെങ്ങനെ ഓണാക്കാൻ ശ്രമിക്കുക. പ്രൊഡക്ഷൻ ആണെങ്കിലും ബാക്കി നമ്മളായിട്ട് മുൻകൈ ഇറങ്ങിയാൽ മാത്രമേ ഇപ്പോൾ കുറച്ച് പടം ഓണാൻ സാധ്യതയുള്ളൂ. ഈ ശങ്കർ സാർ ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, ഇപ്പൊ ആക്ടറായിട്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ ചിലപ്പോൾ ഹേമന്തിനേക്കും കൂടുതൽ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് അദ്ദേഹം സെറ്റിൽ പറഞ്ഞു തരുന്നതാണെങ്കിൽ പോലും സോഫ്റ്റ് ഈ പറഞ്ഞ നമുക്ക് കാണുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ശങ്കർ സാർ ഉണ്ട്. എങ്ങനെയാണ് ആസ് എ ഡയറക്ടർ എങ്ങനെയാണ്? സാർ ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാനും സാറിന് നല്ലൊരു ബന്ധമുണ്ട്. സാർ എന്നെ ഭയങ്കര ട്രസ്റ്റ് ആണ്. അപ്പൊ ഐ ഹോപ്പ് സോ. അപ്പൊ അതുപോലെ സാർ എനിക്ക് നല്ല ഫ്രീഡം തരാറുണ്ട്. ഞാനൊരു സജഷൻ പറയുമ്പോൾ സാർ കൺവിൻസ്ഡ് ആവണം. സായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഓക്കെയാണ്. അപ്പൊ എനിക്ക് സാർ ഒരുപാട് സ്പേസ് തന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട് പല സമയങ്ങളായിട്ട്. ഇപ്പൊ എന്റെ പോർഷനിലൊക്കെ. അപ്പോൾ സാർ ഭയങ്കര കൂളാണ്. അങ്ങനെ ഭയങ്കര പ്രശ്നം ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര ലൗഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ അതല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഈ പഴയ കഥകൾ നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. എപ്പോഴും പഴയ കഥകൾ മെമ്മറീസ് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി പുള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. ഞങ്ങളൊരു ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകുന്ന ആൾക്കാരാണ്. എന്നോട് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പല തമാശകളും പലതൊക്കെ പറയാറുണ്ട്. സാർ അങ്ങനെ ഭയങ്കര സീരിയസ് ആണെന്നില്ല. പുറമെ കാണുമ്പോൾ കുറച്ച് സീരിയസ് ഒക്കെ ആൾ ഭയങ്കര പാവമാണ്. ഭയങ്കര ഫണ്ണാണ്. ലൊക്കേഷനിലും ആ ഒരു ഫണ്ടമെന്റൽ നമ്മൾ ലണ്ടനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ ക്രൂ അല്ല. ലണ്ടനിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പരിമിതികളുണ്ട്. സാർ പറഞ്ഞിരുന്നു ഒരുപാട് ഡിഫിക്കൽട്ടീസ് ലണ്ടനിൽ ഉണ്ടായിരുന്നു. സാർ ആ സമയത്തും സാർ വളരെ കാമായിരുന്നു. നമുക്ക് ഒരു ഷോട്ട് വരുമ്പോൾ പുള്ളി എന്താണ് വേണ്ടതെന്ന് പുള്ളി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. നമുക്ക് നല്ലൊരു ഡയറക്ടറാണ് ആക്ച്വലി. പുള്ളിക്ക് ഈ പറഞ്ഞ ഇത്രയും സാർ കുറച്ച് മെച്ചുവറായ പ്രായമാണെങ്കിൽ പോലും സാർ ആ തണുപ്പത്തൊക്കെ പുള്ളി നമ്മളെക്കാളും പവറിൽ പുള്ളി വളരെ യങ്ങാണ്. അപ്പോൾ ഭയങ്കര എനർജറ്റിക്കാണ് പുള്ളി. കാണാൻ യങ്ങാണ് ഓഫ്കോഴ്സ്. അങ്ങനെ പ്രായം പറയുന്നത്. പക്ഷെ ആ ഒരു യൂത്ത്നെസ് നമുക്കും പകർന്നു കിട്ടും. കാരണം അങ്ങനത്തെ ആൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളും ഡ്രിവൺ ആണ് ആ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെ ഡെഫിനറ്റ്ലി ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ എല്ലാം.